ഗൈസ്, അപ്പം DC മൂവി കണ്ടു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു റിവ്യൂ നമുക്കൊന്ന് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. DC എന്ന് പറഞ്ഞ തമിഴ് മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അതിനെപ്പറ്റി നമുക്കൊരു ഫുൾ റിവ്യൂ ഒന്ന് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും DC ഡയറക്റ്റഡ് ബൈ അരുൺ മതേശ്വരൻ, പ്രൊഡ്യൂസർ കലാനിധി മാരൻ, സൺ പിക്ചേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ കാസ്റ്റ് സഞ്ജന ഉണ്ട്, പിന്നെ നമ്മളെ ലോകേഷ് കനകരാജ് മെയിൻ ഹീറോ, പിന്നെ വാമിക ഗബ്ബി മെയിൻ ലീഡാണ് ആക്ട്രസിൻ്റെ. അപ്പോൾ ഇവരൊക്കെയാണ് മെയിൻ. ഇത് ലോകേഷ് കനകരാജും വാമിക ഗബ്ബിയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ മ്യൂസിക് അനിരുദ്ധ് രവിചന്ദർ മോനെ ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ഓരോന്നായിട്ട് പോവാം. ഒരു രക്ഷയില്ലാത്ത പടമാണ്. പിന്നെ ഫിലിമിന് ഇതാണ് കിട്ടിയിരിക്കുന്നത്, സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത് ഫിലിമിന്. അത് പറയാതിരിക്കാൻ വയ്യ. ഇന്നായിരുന്നു സിനിമയുടെ റിലീസ്. ഏകദേശം സിനിമ ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറയാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മോനെ ഒരു രക്ഷയില്ലാത്ത പടം. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു ലാഗായിട്ട് ഫീലായി. ഫസ്റ്റിലും ഒരു ഇൻ്റർവൽ ബ്ലോക്ക് ഔട്ട് വരണ സമയമുള്ള ഒരു പീക്കുണ്ട്. ഫസ്റ്റ് ഒരു മ്യൂസിക്കിൽ തുടങ്ങും. അതിൻ്റെ കത്തിച്ച് കയറ്റി പയ്യെ വന്നിട്ട് ആ ഇൻ്റർവൽ ബ്ലോക്ക് ഉണ്ട് മോനെ. അവിടെ എത്തുമ്പോൾ ഉള്ള ഒരു പീക്ക്നെസ് ഉണ്ട്. അത് വേറെ ലെവലാണ്. ഒന്നും പറയാനില്ല. അതിനുശേഷം സെക്കൻഡ് ഹാഫ് തകർത്തു. ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് ആദ്യം ഒരു ചെറിയൊരു ഇതുപോലെ തോന്നി. പക്ഷെ എന്തായാലും ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴേക്കും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്, എലിവേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. ഇതിൻ്റെ കോറെന്ന് പറയണത് അനിരുദ്ധാണ്. അതിലൊന്നും പറയാനില്ല. അതിലോട്ട് വരാം. അതിനു മുന്നേ നമുക്ക് ഓരോരുത്തരായിട്ട് പറയാം. ഇതിൽ ചെയ്തിരിക്കുന്നത് ലോകേഷ് നമുക്കറിയാം, അടിപൊളി ഡയറക്ടറാണ്, ഒരു രക്ഷയില്ലാത്ത ഡയറക്ടറാണ്, വയലൻസിൻ്റെ ആശാനാണ് എന്നെല്ലാം നമുക്കറിയാം. പക്ഷേ ലോകേഷ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഡീസൻ്റ് ആയിട്ടാണ്. ഒരു രക്ഷയില്ല. അഭിനയിക്കാനും പുള്ളിക്കാരനെ അറിയാമെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. പിന്നെ നമുക്ക് സംസാരിക്കാം വാമികയെ പറ്റി. വാമിക ഗബ്ബി മോനെ തകർത്ത്. എന്താ അഭിനയം! ലുക്ക് കാണണം, ഒരു രക്ഷയില്ല. അതിൽ കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂം ആവട്ടെ, കാര്യങ്ങളാവട്ടെ, അതിൻ്റെ ആ ഒരു പ്രത്യേകതരം ലുക്ക് എല്ലാം കൊണ്ടും തകർത്തിട്ടുണ്ട് വാമിക ഗബ്ബി. പിന്നെ സഞ്ജനയ്ക്ക് ഫസ്റ്റ് ഹാഫ്, ഇത് നമ്മളെ വാമിക ഗബ്ബി പറഞ്ഞത് സെക്കൻഡ് ഹാഫിൽ ഇൻ്റർവെല്ലിന് കുറച്ച് മുമ്പേ ആയിട്ടൊക്കെയാണ് കാണിച്ച് തുടങ്ങുന്നത്. അതുവരെ സഞ്ജനയെ കാണിക്കും. അത് സഞ്ജനയായിട്ട് ഒരു ഡീസൻ്റായിട്ട് അഭിനയിച്ച് പോയിട്ടുണ്ട്. വേറെ രക്ഷയില്ല. പിന്നെ ലോകേഷും പിന്നെ സെക്കൻഡ് ഹാഫിലെ ഇൻ്റർവെൽ ബ്ലോക്ക് പറഞ്ഞതിന് മുന്നേ ഉള്ള ഒരു സീക്വൻസ് ഉണ്ട് വാമികര. അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തോ, അതൊന്നും പറഞ്ഞ് ഇതാക്കുന്നില്ല. മോനെ പീക്ക് ലെവൽ സംഭവം ഇൻ്റർവെല്ലിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. പിന്നെ രാഗ ഓഫ് റിവെഞ്ചും അനിരുദ്ധിൻ്റെ ആ കത്തിക്കലും കൂടെ ആയപ്പോൾ ഇൻ്റർവെല്ലിൽ തൂക്കി. അതിനുശേഷം മെയിനായിട്ട് പറയാനുള്ളതാണ് നമ്മളെ സെക്കൻഡ് ഹാഫിൽ കയറിയപ്പോഴേക്കും ഇവർ രണ്ടുപേരായി. നമ്മളെ ലോകേഷും പിന്നെ വാമിക ഗബ്ബിയും കൂടെ രണ്ടുപേരും എലിവേറ്റ് ചെയ്ത് ലാസ്റ്റ് വരെ കൊണ്ടുപോയി തകർത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇതൊരു വയലൻസൊക്കെ പക്കയാണ്. സർട്ടിഫിക്കറ്റാണ്. പിള്ളേർ ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കൂല എന്തായാലും തിയേറ്ററിൽ. പക്ഷേ ഒരു രക്ഷയില്ല. കണ്ട് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തോ. പടം അത്രയും വേറെ ലെവലാണ്. സെക്കൻഡ് ഹാഫൊക്കെ ലാസ്റ്റ് കൊണ്ട് വെച്ചിരിക്കുന്നതും പിന്നെ പാട്ട് ആയിക്കോട്ടെ എല്ലാം പൊളിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എല്ലാം കൊണ്ടും ഇതാണ്. വയലൻസൊക്കെ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ വേറെ ലെവലാണ്. ഫസ്റ്റൊക്കെ കുറച്ച് സ്ലോ പേസിൽ പോയാലും പിന്നെ ഇൻ്റർവെല്ലിൽ എത്തിക്കുമ്പോൾ ഒരു കത്തിക്കൽ അടിപൊളി. അതിനുശേഷം പിന്നെ ഇതാണ്. സ്റ്റോറിയൊക്കെ എപ്പോഴും കണ്ടുവരുന്ന സ്റ്റോറിയൊക്കെ തന്നെയാണ്. അതിലൊന്നും കാര്യമില്ല. നമ്മൾ കണ്ടിരുത്തണം. നമ്മളിപ്പോൾ വയലൻസ് ആണെങ്കിലും കാര്യങ്ങളിലാണെങ്കിലും പ്രേക്ഷകരെ ഇരുത്തണം. അതിനാണ് കൈയടി കൊടുക്കേണ്ടത്. അതെന്തായാലും ചെയ്തിട്ടുണ്ട്. അരുൺ മതേശ്വരൻ്റെ ഒരു കംബാക്ക് തന്നെ ആയിരിക്കും. ഫസ്റ്റ് വിചാരിച്ച് ഇത് വരില്ല, പിന്നെ അതങ്ങ് കയറി അങ്ങ് എലിവേറ്റ് ചെയ്തങ്ങ് പോയില്ലേ. പിന്നെ ഇതിൻ്റെ മെയിൻ ആൾ അനിരുദ്ധ് തന്നെയാണ്. മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല മ്യൂസിക്.
രാഗ് ഓഫ് റിവഞ്ചൊക്കെ പ്ലേസ്മെൻറ്റും എല്ലാ മ്യൂസിക് ആവട്ടെ, ഏതൊക്കെ BGM ആവട്ടെ, BGM എല്ലാം ടോപ്പ് ലെവൽ. കാരണം അമ്മാതിരി രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് BGM. ഒരു രക്ഷയില്ലാത്ത BGM. നല്ല രീതിയിൽ അനിരുദ്ധ് പണിയെടുത്തിട്ടുള്ള അനിരുദ്ധിൻ്റെ ബെസ്റ്റ് BGMs എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനു മുന്നേ കാണിട്ടുള്ള എല്ലാം വിജയയുടെ പടങ്ങളിലാണ്. അതിനുശേഷം പിന്നെ എനിക്ക് വേറെ ഫേമസ് ആയി എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ജയിലറിലാണ്. ഹുക്കും അതെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി. ഇപ്പം ഇതിലും മോനെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പീക്ക്. ഇത് ലോകിയുടെ ഒരു കട്ട ചങ്കും കൂടെ ആയതുകൊണ്ടായിരിക്കാം, നമുക്കറിഞ്ഞൂടാ. പക്ഷെ തകർത്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അത്ര അടിപൊളി രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല, തകർത്തിട്ടുണ്ട്. ഇനി ബാക്കി നിങ്ങളൊക്കെ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും. കാരണം മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. ഒരു പ്രാവശ്യം തിയേറ്ററിൽ കാണണം എന്തായാലും. തിയേറ്റർ എക്സ്പീരിയൻസ് അത് വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് എക്സ്പീരിയൻസ് പറയും. അടിപൊളി പടം, ഒരു രക്ഷയില്ല. പിന്നെ ഒരു റൊമാൻസും ആക്ഷൻ പാക്ഡ് അങ്ങനത്തെ ഒരു വൈബാണ്. അതനുസരിച്ച് നിങ്ങൾ കണ്ടോ. പാട്ടൊക്കെ പൊളിയല്ല, എല്ലാം അനിരുദ്ധാണ് ഇതിനെ പിടിച്ചങ്ങ് വെച്ചിരിക്കുന്നത്. BGM കൊണ്ട് എവിടെ നോക്കിയാലും BGM കാര്യങ്ങളും അങ്ങനത്തെ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ബാക്കി സിനിമറ്റോഗ്രാഫി, ഡയറക്ഷൻ എല്ലാം പീക്കാണ്. നല്ല രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഓരോ ഷോട്ടുകളും അടിപൊളിയാണ്. അതിൻ്റെ ആംഗിളായാലും കാര്യങ്ങളായാലും എല്ലാം പക്കയാണ്. ഡയറക്ഷൻ എല്ലാം ഒരു രക്ഷയില്ല. സിനിമറ്റോഗ്രാഫി ആയിക്കോട്ടെ എല്ലാം രക്ഷയില്ല. എഡിറ്റിംഗ് ഒരു രക്ഷയില്ല. അതിനൊന്നും കുറ്റമൊന്നും പറയാനില്ല. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കും. എന്തായാലും ഒന്ന് കാണണം. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും നിരാശയാവില്ല, പൈസ കൊടുത്തതിന് നിരാശയാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.